അല്ല അത്രയും പേടിച്ചിട്ട് കേസ് വണ്ടി ഓടിച്ചു മണികണ്ഠൻ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട സമയത്ത് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും പലരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുകൂലിച്ച് വരുന്നവരിൽ പോലും നമുക്ക് ഒരു ദേഷ്യം ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് വിന്നർ, അതായത് മുൻ ബിഗ് ബോസ് വിന്നർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് കണ്ടപ്പോൾ സത്യം പറയാലോ, ഈ അഖിൽ മാരാറെ ആണോ ബിഗ് ബോസിലെ ഇവൻ്റെ കളി കണ്ടിട്ട് ഫോളോ ചെയ്ത് ഇവൻ്റെ വായ്ത്താളം മൊത്തം ഇത്രയും നാൾ കേട്ടുകൊണ്ടിരുന്നതെന്ന് ഓർത്തിട്ട് ലജ്ജ തോന്നുന്നു. അത്രയ്ക്കും ഒരാളും ഇപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഈശ്വർ പോലും ഇമ്മാതിരി ഡയലോഗൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അമ്മാതിരി പോയിന്റുകളാണ് ഇവൻ്റെ പോസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പം അഖിൽ മാരാറിനെ ഇത്രയും നാളും ഫോളോ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുച്ഛം തോന്നുന്നു. അതോടുകൂടി തന്നെ അഖിൽ മാരാറിനെ അൺഫോളോയും ചെയ്തു. അറിയാം ഞാനിപ്പോൾ അൺഫോളോ ചെയ്തെന്ന് ഓർത്തിട്ട് അഖിൽ മാരാറിന് ഒരു കടുകുമണി പ്രശ്നം പോലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ എൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ അതല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ദിലീപിനെ സപ്പോർട്ട് ചെയ്തു, അതൊന്നും ഒരു വിഷയമേ അല്ല. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അതൊക്കെ ചെയ്തോ. പക്ഷേ പറയുന്ന ഓരോ വാക്കുകൾ അല്ലെങ്കിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിട്ടാണ് എനിക്ക് ഇവനോട് ഇത്രയും അമർഷം തോന്നുന്നത്. അപ്പോൾ അവൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്, ദിലീപിനെ കോടതി വെറുതെ വിട്ടു, ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടിയെടുത്ത അയാൾക്ക് ഇനിയുള്ള ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. എൻ്റെയോ സോഷ്യൽ മീഡിയയിൽ അയാളെ അനുകൂലിക്കുന്ന ആരുടെയോ ആവശ്യം അയാൾക്കില്ല. അതുകൊണ്ട് ഞാൻ എഴുതുന്നത് ദിലീപിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. എൻ്റെ ചിന്തകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മനസാക്ഷിയുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്നും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ, കരുതിക്കൂട്ടി ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും കളിച്ച നാറിയ കളികൾ, അതിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിൻ്റെ എതിർപ്പിനെ തള്ളിക്കളഞ്ഞ് ദിലീപിനൊപ്പം എന്ന നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ട് എന്ന എൻ്റെ വാദങ്ങൾ. ഓക്കെ, ഇനിയാണ് ഇവൻ്റെ വിചിത്രമായിട്ടുള്ള വാദങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. പലരുടെയും സംശയങ്ങൾ. 1, പൾസർ സുനി ആരും പറയാതെ എന്തിനിത് ചെയ്തു? അപ്പോൾ അവൻ്റെ ആൻസറാണ്, അതെന്താ പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണമെന്ന നിർബന്ധം മലയാളികൾക്ക് എന്ന് തൊട്ടാണ് വന്നത്. പൾസർ സുനി മുൻപ് ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി 5 ലക്ഷം വരെ അവൻ ബ്ലാക്ക്മെയിൽ ചെയ്തു വാങ്ങിയ കേസുണ്ട്. അതുകൊണ്ട് സുനി സ്വന്തമായി ചെയ്യാം, ഇനി മറ്റാർക്ക് വേണ്ടിയും ചെയ്യാം. ചെയ്തിട്ട് ദിലീപിൻ്റെ പേര് പറയുമാവും ലക്ഷ്യം. ഇത് ഇവൻ്റെ ഒരു ഊഹം മാത്രമാണ്. ഓക്കെ, ഈ പറയുന്ന പൾസർ സുനി വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു രസം തോന്നിയിട്ട് ഇതേപോലെ പരിപാടി ചെയ്തതല്ല, ഈ ഒരു വൃത്തികേട് ചെയ്തതല്ല. ഇവർ 5-6 പേര് ചേർന്നിട്ട് പ്ലാൻ ചെയ്ത് വരുന്ന വഴിക്ക് ചെയ്ത ഒരു പരിപാടിയാണ് ഇതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലാണ്ട് പൾസർ സുനി ഒറ്റയ്ക്ക് വന്നിട്ട് അവനൊന്ന് പീഡിപ്പിക്കണം എന്ന് തോന്നിയിട്ട് പീഡിപ്പിച്ചതല്ല എന്നുള്ളത് ഏത് പൊട്ടനും അറിയാം. ഇത്രയും ലോക വിവരവും കാര്യങ്ങളും അറിയുന്ന അഖിൽ മാരാർ ഇതിൽ എഴുതിയിരിക്കുന്നത്, അതെന്താ പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണമെന്ന നിർബന്ധം മലയാളികൾക്ക് എന്ന് തൊട്ടാണ് വന്നത് എന്നാണ് ഇയാൾ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്, നടിയെ പീഡിപ്പിച്ചത് ടെമ്പോ ട്രാവലിലാണ് എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. ഈ ഒരു പോയിൻറ്റിൻ്റെ ആൻസർ കേട്ടിട്ടാണ് അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചങ്ങായി എത്രത്തോളം ഒരു ഊളയാണെന്നുള്ളത് ചിന്തിച്ചു പോകുന്നത്. സത്യസന്ധമായിട്ട് പറയാം, ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. നടിയെ പീഡിപ്പിച്ചത് XUV 500 എന്ന കാറിൽ വെച്ചാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ തന്നെ കാറിൻ്റെ പിന്നിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെ ഒപ്പം കൂട്ടുക, പുരുഷനാണെങ്കിൽ ഭാര്യയെ ഒപ്പം കൂട്ടുക, എന്നിട്ട് പീഡനത്തിൻ്റെ ഡെമോ ഒന്ന് ശ്രമിക്കുക. എങ്ങനെയുണ്ട്? അതായത് ഇവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഖിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു പീഡനമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവൻ പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടെ ഉണ്ട്, ബാക്കിയും കൂടെ നമുക്ക് കേട്ടുവെക്കാം. എന്നിട്ട് പീഡനത്തിൻ്റെ ഡെമോ ശ്രമിക്കുക. ഏത് തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകുമെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുക. അതോടൊപ്പം ഒരു മൊബൈലിൽ അതൊന്ന് പകർത്താൻ ശ്രമിക്കുക. രാത്രിയിൽ എത്ര വെളിച്ചം 2017 ഒരു മൊബൈൽ ക്യാമറയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കുക. പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. ഡ്രൈവറുടെ സ്റ്റിയറിംഗ് തട്ടിയാൽ വാഹനം അപകടത്തിൽ പെടുമോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ചു ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാവാനാണ് സാധ്യത. അത് കൊണ്ട് തന്നെയാണ് കോടതി സുനിയെ ഉൾപ്പെടെ ശിക്ഷിക്കാൻ കാരണമായത്. ഇനി സ്വയം ചിന്തിക്കുക, ഇത്രയും വിവരം കെട്ട ഒരു പ്ലാനിങ് 1.5 കോടി കൊടുത്ത് ദിലീപ് ചെയ്യുമോ? ബുദ്ധിയുള്ള ദിലീപിന് ഇതേ കാര്യം റിസ്ക് ഇല്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോരെ. ഇതിൽ അഖിൽ മാരാർ തന്നെ പറയുന്നുണ്ട് ബുദ്ധിയുള്ള ദിലീപ്. അതിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിവിടെ ദിലീപിനെ ശിക്ഷിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ വെറുതെ വിട്ടതിനെ കുറിച്ചോ ഒന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. അഖിൽ മാരാറിൻ്റെ ഈ ഒരു പോയിന്റ്, അതായത് അഖിൽ മാരാർ പറയാണ് വീട്ടിലുള്ള
ആരെങ്കിലും വിളിച്ചിട്ട് ഇതേപോലെ XUV 500 കയറി ഇരുന്നിട്ട് ഒരു ഡെമോ ചെയ്ത് നോക്കാം. എൻ്റെ പൊന്നഖിൽമാരെ, താൻ ഇത്രയും വലിയ വായ്ത്താളം അടിക്കുന്ന ഒരാളായിട്ട് ഒരു പെൺകുട്ടിയെ കാറിൽ വിളിച്ച് കയറ്റി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും, അവളുടെ ഇഷ്ടമല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പീഡനം തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, ഇത് ഈ പറയുന്ന നടി വെറുതെ കെട്ടിച്ചമച്ച കഥയാണെന്നാണ് അഖിൽമാരാറിൻ്റെ ഈ ഒരു പോയിന്റ് വായിക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവുന്നത്. ഈ ഒരു പോയിന്റ് എഴുതിയത് വെച്ചിട്ട് അഖിൽമാരാറിനെതിരെ ഈ പറയുന്ന വിക്ടിം ആയിട്ടുള്ള നടി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്ന പോലെ അഖിൽമാരാർക്കും കിടക്കാം. മനസ്സിലായോ? ഇത്രയും ലോകവിവരവും അല്ലെങ്കിൽ എന്തോ വലിയ ആളാണെന്നുള്ളൊരു ചിന്തയിലാണല്ലോ എല്ലാ കാര്യങ്ങളും. അതായത് ഞാനെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ വന്നിരുന്ന് ഘോരം പ്രസംഗിക്കുന്ന ഒരാളാണ് അഖിൽമാരാർ. കുറച്ച് തള്ളും, കുറച്ച് എന്താ പറയുക, ഞാനെന്തോ വലിയ സംഭവമാണെന്നൊക്കെയുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു ബഗിടത്തരം പറയാൻ എങ്ങനെ തോന്നി എന്നുള്ളത് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്ക്. അതായത് 2017 ഒരു മൊബൈൽ ക്യാമറ, എൻ്റെ പൊന്ന് അഖിലിന് അറിയാൻ പാടില്ലാണ്ടായിരിക്കും, 2013 മുതലുള്ള ക്യാമറയിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ഫോണുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2017 നല്ല ക്ലാരിറ്റിയുള്ള ഫോൺ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല അപ്പോൾ പിന്നെ ഈ പറയുന്ന മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ അന്നേരം എങ്ങനെ ഉണ്ടായി? ഇത് നടന്നിട്ടില്ല എന്നാണ് അഖിൽമാരാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇതിൻ്റെ മുഖ്യ സൂത്രധാരനും ഒന്നാം പ്രതിയുമായിട്ടുള്ള പൾസർ സുനി അവൻ സ്വന്തം നാവ് കൊണ്ട് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കേട്ടു നോക്ക്. എന്നിട്ട് പറയുക ഈ ഒരു പീഡനം നടന്നോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ എന്തായിരുന്നു ആക്ച്വലി വിചാരിച്ച് ഇങ്ങനെ ഇത് ചെയ്തിട്ട് അവര് കേസ് കൊടുക്കില്ല എന്നാണോ വിചാരിച്ചത്? പക്ഷെ എങ്ങനെ കേസ് കൊടുക്കാണ്ടിരിക്കും? കാരണം ഇത്രയും ആയ ഒരാള് കേസ് കൊടുക്കില്ല എന്തായാലും. അല്ല അത്രയും പേടിച്ചിട്ട് കേസ് ആരാ വണ്ടി ഓടിച്ചോണ്ട് വണ്ടി ഓടിച്ച് മണികണ്ഠൻ. മണികണ്ഠനോട് മണികണ്ഠൻ വണ്ടി എടുക്കും. ഞാൻ ഇവിടെ ബാക്കിൽ ഇരുന്നു. ഞാൻ മുഖം കിട്ടി. ഞാൻ പറഞ്ഞു, ഞാനൊന്നും സംസാരിച്ചില്ല. അതിന് മുമ്പ് അവൾക്ക് എന്നെ മനസ്സിലായി. എന്നോട് ചോദിച്ചു ചോദിച്ചു പിന്നെ ഞാൻ മാറ്റിവിടാൻ നോക്കി, പറ്റല്ല, ആ ഒരു ഇതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഇന്നാണ് കാര്യം, സഹകരിച്ചേ പറ്റുള്ളൂ. ഇവള് പെട്ടെന്ന് ചോദിച്ചു. ഇവർക്ക് അറിയാം, 90% ഇവർക്ക് അറിയാം. ഇവരുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആളെ പറയരുതില്ല. ഇപ്പൊ നേരെ എന്ത് ചെയ്യും? അവിടെ വ്യത്യാസം വരുത്തും. പറഞ്ഞ മനസ്സിലായ? മറ്റേ മാഡം പറഞ്ഞു. അത് തന്നെ അത് പറഞ്ഞത്. പക്ഷെ അതും എനിക്കറിയാൻ പാടില്ല ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ചെല്ലുന്നുള്ളത്. ഞാൻ വേറെ ദിലീപേട്ടന്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാനാണ് ഞാൻ മാറ്റിയത്. അപ്പൊ ആണ് പെണ്ണായി. അന്ന് ഞാൻ നല്ല രീതിയിൽ മറ്റേ കള്ളുപിടിക്കും. അപ്പൊ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും കൂൾ മൈൻഡിലാണ് ചെയ്യണത്. ട്രാവൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ സെക്കൻഡിലാണ് നമ്മൾ അതിലോട്ട് മാറുള്ളൂ. അപ്പൊ നമ്മള് ഈ സംഭവത്തിന് പോകുന്ന ഒരു ടെററല്ല. ടെററായിട്ട് പോണ വഴിക്ക് നമ്മള് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇരിക്കണം. ഇത് ചുമ്മാ ഒരു നിസ്സാരം ഒരാളെ പിടിച്ച് കയറ്റി എഴുതിയിട്ട് ഇത് ചെയ്ത് വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴീനെ പൊക്കി അത്രയും പോലും റിസ്ക് ഇല്ല. ഇത് ഓൾറെഡി എല്ലാം സെറ്റാണ്. നമ്മളൊരു നേതൃത്വം മാത്രം കൊടുത്താൽ മതി. പക്ഷെ ഇത്ര വലിയ പ്രശ്നമാകുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ഇപ്പൊ ജയിലിൽ കയറി ഇറങ്ങാൻ പേടിയില്ല. പിന്നെ പേടിയില്ല. അല്ല ഇത്രയും പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടില്ല. ഇത്രയും പ്രാവശ്യം കയറിയ പോലെ ആദ്യം ഞാൻ 28ാമത്തെ വയസ്സിൽ കയറി. ഈ കേസിന് കയറിനേക്കാൾ മുമ്പ് ഞാൻ കയറിയാണ്. എനിക്കിതൊരു ഹരമായിരുന്നു. ഹരം മീൻസ് ഹരമൊന്നുമില്ല. കേസ് വന്നാലും ഇത്ര ദിവസം കൊണ്ട് പുറത്തിറങ്ങാനുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഇത് സംഭവം നാളെ രാവിലെ ഈ സംഭവം അവര് വിളിച്ചാൽ തീർന്നു. ഏൽപ്പിക്കാൻ ഇത് കഴിഞ്ഞിട്ടല്ലേ പോകേണ്ടത്. ഇതിപ്പോ നാളെ പിന്നെ രാത്രിയാണ് ഈ സംഭവം നടക്കണേ. ഈ സാധനം എനിക്ക് കൊടുക്കണമെങ്കിൽ നാളെ ഉച്ചയ്ക്കോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും എനിക്ക് കൊടുത്താൽ മതി.
ഒന്ന് ഫോൺ കൊടുത്തില്ല, മെമ്മറി കാർഡ് പറഞ്ഞ് ഞാൻ ഉള്ളിൽ 2-3 കോപ്പി ചെയ്തിട്ടുണ്ടായി. 2-3 കോപ്പി ചെയ്തിട്ട് ഓർഡർ മിസ്സായാലും ഓർഡർ അവിടെ കിട്ടും. അതൊക്കെ 3 കോപ്പി എടുത്തു. 3 കോപ്പി എടുത്തു. ഒന്ന് ലോയറിന് കൊടുത്തു. ഒന്ന് ലോയറിന് കൊടുത്തില്ല. എൻ്റെ പേഴ്സിൽ നമ്മൾ പേഴ്സ് അങ്ങനെ അവർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ ആ സാധനം നമ്മൾ വെക്കണം. ഇതിൽ കൂടുതൽ തെളിവ് എന്താണ് വേണ്ടത്? ഇങ്ങനൊരു സംഭവം നടന്നതിനെക്കുറിച്ചും ഇതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ചും എല്ലാം ഈ പറയുന്ന പ്രതിയെ, 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനീൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പോലും കണ്ണടച്ച് ഇരുട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അഖിൽമാരാരെ പോലുള്ളവരോട് വേറെ എന്ത് പറയാനാണ്? ഓക്കെ, വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. മെയിനായിട്ട് ഈ ഒരു പോയിന്റ് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നിയത്. അല്ലെങ്കിൽ ഒരുപാട് പേര് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപ് പാവമാണെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. കാരണം അത് അവരുടെ അഭിപ്രായം, അല്ലെങ്കിൽ അത് അവർക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു വിടാനേ ഉള്ളൂ. പക്ഷേ അഖിൽമാരാർ ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. പിന്നെയുണ്ട് ഒരുപാട് പോയിന്റുകൾ. കാവ്യ എന്തിന് കെട്ടി, മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് കാവ്യയെ കെട്ടിയ ക്രൂരനായ ദിലീപ് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചതെന്ന് അതിനുള്ള കാരണം മഞ്ജുവിൻ്റെ മകളെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയ ശേഷം പുറം ലോകം നടിയുടെ ചെയ്തികൾ അറിയാതിരിക്കാൻ വിചാരണ രഹസ്യമായി വേണമെന്ന് കോടതിയിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് നടത്തിയതാണ്. ആ യാഥാർത്ഥ്യം നാളിതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരുപാട് മെഴുകലുണ്ട്. ഓക്കെ, ഞാൻ പറയട്ടെ, ഈ അഖിൽമാരാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഓരോ മിനിറ്റിനും ലക്ഷങ്ങൾ വിലയുള്ള ആളാണ് അഖിൽമാരാർ എന്നുള്ളത്. അതായത് എന്ത് പരിപാടി ചെയ്യുമ്പോഴും ലക്ഷങ്ങൾ ചങ്ങായി കമ്മീഷനായിട്ട് മേടിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താ പറയുക, പ്രതിഫലമായിട്ട് മേടിക്കുന്ന ആളാണ്. ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദിലീപിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എത്ര രൂപ മേടിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അറിയാനുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ വെറുതെ ഒന്നും പണിയെടുത്ത് കൊടുക്കുന്ന ആളല്ലാന്ന് ഇങ്ങേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഇത്രയും സമയം മെനക്കെട്ട് ഇത്രയും പരിപാടി ചെയ്യുന്ന അഖിൽമാരാറിന് എന്തായാലും നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ വേറൊരു പോയിന്റ് കൂടി അഖിൽമാരാർ പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര സംഭവമാണ് എന്നുള്ളത് ബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു പരിപാടി ഉള്ളതാണ്. അപ്പോൾ അത് തെളിയിക്കുന്ന വേറൊരു സംഭവം കൂടി ഈ ഒരു പോയിന്റിൻ്റെ കൂടെ ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ആരെങ്കിലും കൊണ്ട് തനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചെങ്കിൽ ബന്ധപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തി ഞാൻ കൂടിയായിരുന്നു. നാളിതുവരെ ദിലീപോ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനോ ഒരിക്കൽ പോലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. 5 പൈസ ദിലീപ് സോഷ്യൽ മീഡിയ സപ്പോർട്ടിന് വേണ്ടി ചെയ്യുന്നതുമില്ല. കാരണം അയാളുടെ ലക്ഷ്യം വിധി അനുകൂലമാവട്ടെ എന്നത് മാത്രമായിരുന്നു. അതായത് 5 പൈസ പോലും പ്രതിഫലം മേടിക്കാണ്ടാണ് അഖിൽമാരാർ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നതും അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇടുന്നതും എല്ലാം എന്നാണ് അഖിൽമാരാർ പറയുന്നത്. അതിലെടുത്ത് പറയേണ്ട, ഞാനെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും കൊണ്ട് തനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചെങ്കിൽ ബന്ധപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തി ഞാൻ കൂടിയായിരുന്നു എന്ന് സ്വന്തം അഖിൽമാരാർ. അതായത് ദിലീപ് ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അഖിൽമാരാരോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അഖിൽമാരാരോടും കൂടി ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ പൈസയൊക്കെ ചിലവാക്കുള്ളൂ. അതിന് ആര് 2017 നടന്ന സംഭവം. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇത്രയും 8 വർഷമായി. ഈ 8 വർഷത്തിനിടയ്ക്ക് അഖിൽമാരാറിനെ 4 ആൾ അറിയുന്നത് എപ്പം മുതലാണ്? ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷം. അതിനു മുമ്പ് അറിയുമായിരുന്നു, നമ്മുടെ TV-യിലെല്ലാം ചർച്ചയിൽ വന്നിരിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അഖിൽമാരാറിനെ പണ്ട് മുതലേ ദിലീപ് കമ്പനി ആക്കി വെച്ചിട്ടുണ്ടോ? അതായത് ദിലീപ് എന്ത് ചെയ്താലും അഖിൽമാരാറും കൂടി അറിയാൻ വേണ്ടിയിട്ട്, അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ഈ ഒരു പോയിന്റ് ഇട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അഖിൽമാരാർ പണ്ട് മുതലേ ദിലീപിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നടക്കുന്ന ഒരാളാണെന്നാണ് ഈ ഒരു പോയിന്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പം ഒരു 5 പൈസ പോലും പ്രതിഫലം മേടിക്കാണ്ടാണ് അഖിൽമാരാർ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്നത് എന്നുള്ളതാണ് അഖിൽമാരാർ പറയുന്നത്. മാത്രമല്ല ദിലീപേട്ടന് എന്തെങ്കിലും ഒരു ഇതേപോലുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ അഖിലിനോട് പറഞ്ഞിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അത്രയ്ക്ക് അടുത്ത ബന്ധമാണ് അഖിലും ദിലീപേട്ടനും തമ്മിൽ എന്നുള്ളതാണ് ഇതിങ്ങനെ പറയുന്നത്. അപ്പം ഇതാണ് സംഭവം. ഈ കുറേ പോയിന്റുകൾ കാരണമാണ് നമ്മുടെ അഖിലിന് ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടുള്ളത് എന്നുള്ള അഖിൽ പറയുന്നു. ദിലീപിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അതൊക്കെ അഖിലിൻ്റെ വിഷയമാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ചെറ്റത്തരം എഴുതി ഇടാൻ വേണ്ടി പാടില്ല. ഓക്കെ, ആദ്യത്തെ ആ 2ാമത്തെ പോയിന്റ് കണ്ടിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നിയത്. എന്തായാലും കൊള്ളാം. അഖിൽമാരാർ
ഇനിയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും. ഈ പറയുന്ന അഖിൽമാരാറിനെ ഞാൻ അൺഫോളോ ചെയ്തു എന്ന് പറയുമ്പം ചിലപ്പോൾ അയാൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം പുച്ഛിക്കും. നീ എന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ നീ എന്നെ അൺഫോളോ ചെയ്താൽ എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് പ്രതികരിക്കാൻ ഇതൊക്കെയല്ലേ ഉള്ളൂ ഓരോ മാർഗങ്ങൾ, അല്ലേ? അപ്പോൾ ഇതാണ് അഖിൽമാരാറിൻ്റെ ന്യായീകരണം എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ എന്തായാലും അഖിൽമാരാറിനെ കുറിച്ചും അഖിൽമാരാറിൻ്റെ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അഖിൽമാരാറിനെ ഫോളോ ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക് ആ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് എന്ത് തോന്നി എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തോ, പക്ഷേ ഇരയെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശിച്ചുകൊണ്ട് വിടുവായുത്തരം പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പിന്നെ ഇര ഈ പറയുന്ന അഖിൽമാരാറുടെ ഈ ഒരു പോയിന്റുകൾ കണ്ട് ഒരു കേസ് കൊടുത്താൽ രാഹുൽ ഈശ്വർ ഇരിക്കുന്നത് പോലെ തന്നെ അഖിൽമാരാർക്കും പോയി കിടക്കാം.